അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. റബ്ബി സിദ്നാ ഇൽമൻ വഹിൽമൻ വഫഹ്മൻ വഅഖ്ലൻ വദബൽ കാമില റബ്ബി തമ്മിൻ ബിൽ ഖൈരി വസ്സഅദ. ബഹുമാനമുള്ള ഫത്ഹുൽ മുഈൻ സബഖിലെ ബഹുമാനികളെ, നാം മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചായിരുന്നു. ഇനി നോമ്പ് നമുക്ക് എടുക്കാതിരിക്കാം, അത് ഹലാലാവുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഒരാൾക്ക് രോഗമുണ്ട്. ആ രോഗം ശിഫ പ്രതീക്ഷയില്ലാത്തതാണ്, അവന് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ആ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാനദണ്ഡം എത്രയാണ്? തയമ്മുമിനെ അനുവദനീയമാക്കുന്നത് എന്നർത്ഥം. തയമ്മം ചെയ്യാൻ പറ്റാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, വെള്ളം ഉപയോഗിക്കാൻ പറ്റാതിരിക്കുക, രോഗം കൂടുതലാവുമെന്നുള്ള ആശങ്കയിലാവുക, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്തു ചെയ്യാം? തയമ്മം ചെയ്ത് നിസ്കരിക്കാമെന്നാണ്. അതിനെ അനുവദനപ്പെടുത്തുന്ന കാരണങ്ങളാണ് ഇവിടെ ഉള്ളത് എങ്കിൽ അതും ഏതന്നെയാണ് ഒരു മദറത്തായിട്ട് നമ്മൾ കണക്കാക്കും. അപ്പോൾ നോമ്പ് മുറിക്കാം. നോമ്പ് പിന്നെ ഖളാ വീട്ടണം, എത്രേ ഉള്ളൂ. ഇനി നോമ്പ് നോറ്റാൽ രോഗം ഷിഫാവൂല, അത് കുറേ സമയം എടുക്കുമെന്ന് കണ്ടാലും ചെയ്യാം. ഇനി യാത്രക്കാരനാണ്, പക്ഷേ കസറാക്കുന്ന വഴിദൂരം 132 കിലോമീറ്ററുള്ള യാത്രക്കാരനാണെങ്കിൽ ഓന് നോമ്പ് ഒഴിവാക്കാം. കസീറായ യാത്ര പറ്റൂല, അതിൽ താഴെയുള്ള ചെറിയ യാത്രയാണെങ്കിൽ പറ്റൂല. അതുപോലെ തന്നെ യാത്ര പോകുന്നത് ദോഷകരമായ കാര്യങ്ങൾ ചെയ്യാനാണ്, ചില കലോത്സവത്തിനാണ്, അല്ലെങ്കിൽ ചില തട്ടിപ്പിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ചില കള്ളക്കടത്ത് സാധനം കൊണ്ടുവരാനാണ്, അല്ലെങ്കിൽ ഹറാമ് കാണാനാണ്, നോക്കാനാണ്, പ്രവർത്തിക്കാനാണ്, ഇങ്ങനെയൊക്കെയുള്ള യാത്രയിലാണ് പറ്റൂല. പക്ഷേ മുസാഫിറിന് നോമ്പ് നോക്കാൻ പറ്റും, ഓന് ലറർ ഇല്ല എന്ന് കണ്ടാൽ നോമ്പ് നോക്കാം, അതാണ് അഫ്ളൽ. ഇനി ലറർ ഉണ്ടെങ്കിലോ ഒരു നോമ്പ് അനുഷ്ഠിക്കാതെ ഇരിക്കാം, അതാണ് മസല. ഇനി അവന് നോമ്പ് നോക്കുന്നതിനെ കൊണ്ട് എന്തെങ്കിലും നാശങ്ങൾ വരും. നാശം വരിക എന്ന് പറഞ്ഞാൽ അവൻ്റെ നോമ്പ് കൊണ്ടവന് ശക്തിയായ ദാഹം വന്ന് ബുദ്ധിമുട്ടാവും, അല്ലെങ്കിൽ വിശപ്പ് വരും. ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അവനക്ക് നോമ്പ് മുറിക്കാം. ഇപ്പോൾ ഷുഗറുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് പരിധി വിട്ടതാണെങ്കിൽ അവർക്ക് വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും, അപ്പോൾ അവർക്ക് നോമ്പ് മുറിക്കാം. പിന്നെ മറ്റൊരു സമയത്ത് കഴിയുമ്പോൾ അത് ഖളാ വീട്ടണം എന്നതാണുള്ളത്. ഇനി അങ്ങനെയും പറ്റാതെ അതിലും പരിധി വിട്ടു പോയി നിത്യരോഗിയായി ബുദ്ധിമുട്ടിലാണെങ്കിൽ പിന്നെ ഒരു മുദ്ദ് കൊടുക്കുകയാണ് വേണ്ടത്, അത് ശേഷം വിശദീകരിക്കും. അപ്പോൾ നമ്മൾ കൊയ്ത്തുകാർ, നെല്ല് പാടത്തൊക്കെ കൊയ്യുന്ന ആളുകളും, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന ആളുകൾ, അതുപോലെ ഭാരമായ റോഡ് പണിയൊക്കെ എടുക്കുന്ന ആളുകൾ, ഇവർ നോമ്പ് നോറ്റ് പോയിട്ട് ആ നോമ്പ് മുറി കൂട്ടാൻ കഴിയുമോ? അവർക്ക് ക്ഷീണം ഉണ്ടാവില്ലേ? അപ്പോൾ അവർക്കും അനുവദനീയമാണ് എന്നാണ് ഇങ്ങനെ നോമ്പ് മുറിക്കൽ. പക്ഷെ എന്ത് വേണം? തെബിയത്ത് വേണം, അതായത് രാപ്പ അർപ്പിക്കണം, നിയ്യത്ത് കൊണ്ടുവരണം. കഴിഞ്ഞെങ്കിൽ അങ്ങ് നോക്കുക, അതല്ലെങ്കിൽ മുറിക്കുകയും ചെയ്യാം എന്നതാണ് അവരുടെയൊക്കെ മസ്അലയുള്ളത്. ചെറിയ രോഗമോ മറ്റേതൊക്കെ ആണെങ്കിൽ അതുകൊണ്ടൊന്നും നോമ്പ് മുറിക്കാൻ പാടില്ല. തലവേദനയാണ്, അല്ലെങ്കിൽ ചെവി വേദനയാണ്, അല്ലെങ്കിൽ പല്ലുവേദനയാണ്, പക്ഷേ അതുകൊണ്ടൊക്കെ അത് കൂടുതലാകും, ഭയങ്കര ബുദ്ധിമുട്ടാകും. ഒരു നോമ്പ് ഒഴിവാക്കിയാൽ പിന്നെ ബാക്കി 10 നോക്കാൻ കഴിയും. ഇത് ഒരു നോമ്പ് എടുക്കുകയാണെങ്കിൽ 10 ഒഴിവാക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അത് ഒഴിവാക്കാം എന്നുള്ളതാണ്. നമ്മളിവിടെ കിതാബിലെ ഹാസാദ്യങ്ങളെന്നേ പറയുള്ളൂ, പക്ഷേ അതിനോട് മറ്റുള്ള സനായ മഷക്കത്തുള്ള എല്ലാ ജോലിയും നമ്മളിപ്പോൾ പറഞ്ഞ പോലെ അതൊക്കെ അതിനോട് ചേർക്കുമെന്ന് ഈ ആപ്പിലൊക്കെ പറയുന്നുണ്ട്, മുഗനിയിലും ഉണ്ട് അതിൻ്റെ വിശദീകരണം വരുന്നത്. അപ്പോൾ അതാണ് വയുബാഹു ഫിത്തുറുൻ, നോമ്പ് മുറിക്കൽ എന്താണ്? നോമ്പ് ഒഴിവാക്കൽ ഹലാലാണ്. അതായത് തെർഹീസ് എന്ന ആ നിയത്തിൽ, ഒരു വിട്ടുവീഴ്ച എന്നുള്ള നിയത്തിൽ നോമ്പ് എനിക്ക് ഒഴിവാക്കാം. ഫി സൗമ്യം വാജിബിൻ, വാജിബായ നോമ്പ്. വാജിബായ നോമ്പ് എന്ന് പറഞ്ഞാൽ റമദാനിലെ നോമ്പാകാം, നേർച്ചയുടെ നോമ്പാകാം, കഫാറത്തിൻ്റെ നോമ്പാകാം, അതൊക്കെ ഒന്ന് മുറിക്കാം. എന്തുകൊണ്ട്? ബി മറദിൻ, രോഗമുണ്ട് എന്നാലും എനിക്ക് മുറിക്കാം. എങ്ങനത്തെ രോഗമാണ്? മുളിറിൻ, അത് ലറർ വരുത്തുന്നതാണ്, ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ലററിനൊരു ഒരു ബുദ്ധിമുട്ട്. യുബിയോഹ് തയമ്മുമ, തയമ്മുമിനെ ഹലാലാക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് അവനക്ക് നോമ്പ് മുറിക്കാം.
ഓരോ കിതാബിലും അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. മതാ ഖാഫ മുബിഹ തയമുമി ലസിമുഹുൽ ഫിത്രു എന്ന് പറഞ്ഞിട്ടുണ്ട്. അവനക്ക് എന്താവാം, നോമ്പ് മുറിക്കാം എന്നാണ് കുറുതിയിൽ പറഞ്ഞ ഇബാറത്ത് അങ്ങനെയാണ്. അപ്പോൾ ബി മറലിൻ മുളിറിൻ ലററൻ, ഒരു ബുദ്ധിമുട്ടാകുന്നു, ഒരു ലറർ ഉണ്ട്, ഒരു ബുദ്ധിമുട്ട്, ഒരു ഇടങ്ങേറുണ്ട്. അങ്ങനെ വന്നാൽ അവനക്ക് ആ രോഗം കൊണ്ട് ഫിത്ർ അനുവദനീയമാണ്. എങ്ങനത്തെ ലറാണ്? ഉബിഹ, ആ ലറർ കൊണ്ട് ഹലാലാണ് അവനിക്ക് ആ തയമുചേര്. അതങ്ങനെ കാൻ ഖഷിയ മിന സൗമി, നോമ്പിനാൽ അവന് ഭയപ്പെടുന്നു, ബുറൂഇൻ, ആ രോഗത്തിൻ്റെ ഷിഫ പിന്തും എന്നവന് മനസ്സിലാക്കിയാൽ അവന് നോമ്പെടുക്കാം. വഫി സഫരി കസർ ആക്കുന്ന യാത്രയിലും അവനക്ക് എന്താവാം, നോമ്പ് മുറിക്കാം. ദൂന കസീറായ ചെറിയ യാത്രയല്ല, കസറാക്കുന്ന വഴുതുന 133 ഉണ്ടെങ്കിൽ ചെയ്യും. വ സഫരി മഅസിയത്തിൻ്റെ യാത്രയെയും കൂടാതെ അതിലൊന്നും എന്ത് പറ്റൂല, ഈ നോമ്പ് മുറിക്കൽ ഹലാലി എന്ന മസാല വരികയില്ല. അപ്പോൾ സൗമുൽ മുസാഫിരി ബിലാ ലററിൻ, ബുദ്ധിമുട്ടൊന്നും കൂടാത്ത മുസാഫിറിൻ്റെ സൗമാകുന്നത് അഹബ്ബു മിനൽ ഫിത്തരി, നോമ്പ് മുറിക്കുന്നതിനേക്കാളും ഏറ്റവും അഫ്ളലായതാണ്. അല്ല ലറർ ഉണ്ടെങ്കിലോ അപ്പോൾ ഏറ്റവും അഫ്ളൽ ഏതാണ്? നോമ്പ് നോക്കാതിരിക്കലാണ്. ഇവിടെ നോമ്പ് എടുക്കുക എന്നുള്ളതാണ് നല്ലത്, ഇതിന് ലറർ ഇല്ലെങ്കിൽ. വലിയ ഖൗഫ് ഹലാക്കിം ബിസ്സോമി, നോമ്പ് കൊണ്ട് ഒരു നാശം, ഒരു ബുദ്ധിമുട്ട് അവന് വരുമെന്ന് കണ്ടാൽ അവിടെയും നോമ്പ് അവനക്ക് മുറിക്കാം. മിൻ അത്തിഷിൻ, ദാഹം, ഔ ജൂഇൻ, വിശപ്പ്. വൈൻകാന സഹീഹൻ, ഓന് നല്ല ആരോഗ്യവാനാണ്, മുഖീമൻ, നാട്ടിൽ താമസിക്കുന്നവനൊക്കെയാണ്, എന്നാലും അവനക്ക് ചെയ്യാം. വ അഫ്തൽ അസ്റായി, ഇമാം അസ്റായി തങ്ങളുടെ ഫത്വയുണ്ട്, ബിഅന്നഹു കാന യൽസമുൽ ഹസ്സാദീന, കൊയ്ത്ത് പാടത്ത് കൊയ്തെടുക്കുന്ന പണിയുണ്ടല്ലോ, ഉഴുതി മറിക്കുന്ന, അവർക്ക് അനുവദനീയമാണ്, നിർബന്ധമാണ് എന്ന് വെച്ചാൽ ഐ വനാഹി, അവരെ പോലത്തെ വരും. മറ്റ് സനായികൾ ചെയ്യുന്ന ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺസ്ട്രക്ഷൻ വർക്കോ അതല്ലെങ്കിൽ റോഡ് പണിയോ പോലുള്ള ഭാരമായ പണികൾ, വലിയ ഡ്രില്ലിങ്ങോ പോലുള്ളതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അവർക്ക് നിർബന്ധമാണ് നോമ്പ് മുറിക്കൽ. നഹബിയും, അവരെ പോലത്തവർക്ക് നിർബന്ധമാണ്. തബീത്തുൻ നീയത്തിനെ രാപ്പാർപ്പിക്കൽ അവർക്കൊക്കെ നിർബന്ധമാണ്. കുല്ലലൈലത്തിൻ, എല്ലാ ഓരോ രാത്രിയും. തുമ്മ മിൻ ലഹക്കഹു മെൻഹും, തുമ്മമൻ, പിന്നെ ഒരാൾ അങ്ങനെ നോമ്പ് നീയത്തൊക്കെ നിർബന്ധമാണ്. ആയിപ്പെട്ട ഒരാൾ ലഹക്കഹു, അവനക്ക് ചേർന്നു, മിനുഹും, ഈ പറഞ്ഞ ഹസാദിങ്ങളിൽ നിന്ന്, മഷക്കത്തുൻ ഷദീദത്തുൻ, ശക്തിയായ ഒരു ബുദ്ധിമുട്ട് വന്നാൽ അഫ്തറ, അവൻ നോമ്പ് മുറിക്കണം. വയില്ല, ബുദ്ധിമുട്ടില്ലേ, ഫല, മുറിക്കേണ്ടതും ഇല്ല എന്നാണ്. വയജിബു ഖലാഉ മാ ഫാത വലൗ ബിഉദ്രിൻ മിനസ്സൗമിൽ വാജിബി റമളാന വനദിരിൻ വകഫാറത്തിൻ ബിമറദിൻ ഔ സഫരിൻ ഔ തർക് നിയത്തിൻ ഔ ബിഹൈദിൻ ഔ നിഫാസിൻ ലാ ബിജുനൂനിൻ വസുക്കരിൻ ലം യുഅ്തദ ബിഹി. അപ്പം എന്താ പറയുക, നോമ്പ് ഖലാ വീട്ടൽ വുജൂബാണ്. ഖലാഉ മാ ഫാത്ത, പാഴായിപ്പോയ ഒരു നോമ്പിനെ ഖലാ വീട്ടൽ നിർബന്ധമാണ്. അത് ഉദുറോട് കൂടെ ആണെങ്കിലും ശരി. ഉദുറുണ്ട്, പിന്നെ രോഗം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഗർഭിണിയായിരുന്നു, അതല്ലെങ്കിൽ കുട്ടിക്ക് മുല കൊടുക്കാണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഹസാദ്യങ്ങളായ ആളുകളാണ്, ഇങ്ങനെയൊക്കെയുള്ള ഉദുറുണ്ടല്ലോ, അതുകൊണ്ട് ഉള്ള നോമ്പ് ഒഴിവാക്കിയാൽ ഉദുറോട് കൂടെ ആണെങ്കിലും വാജിബായ നോമ്പിനെ ഖലാ വീട്ടൽ നിർബന്ധമാണ്. പിന്നെ സോമിൽ വാജിബ് റമദാനിലെ നോമ്പ് പോലെ, വ നെതിര്, നീർച്ച നോമ്പ് പോലെ, വ കഫാറത്തിൻ്റെ നോമ്പ് പോലെ. കഫാറത്തിൻ്റെ നോമ്പ് പോലെ, ബിമറലിൻ, രോഗം കൊണ്ട് എന്തായിട്ടുണ്ട്, അവനക്കത് ഫൗത്തായി. അൽ ഫവാത്തി ബിമറലിൻ, അതിൽ ബോധക്ഷയം ഒക്കെ അതിൽ പെടും. ബോധക്ഷയമൊക്കെ പറഞ്ഞ രോഗത്തിൽപ്പെട്ട തന്നെയാണ്. അങ്ങനെ വന്നാൽ നോമ്പ് അവനക്ക് മുറിക്കാം എന്നാണ്. അപ്പോൾ ഒന്നുകിൽ കഫാറത്ത് എങ്ങനെ രോഗം കൊണ്ട് ഫൗത്തായി, അലൗ സഫറിൻ, യാത്ര കൊണ്ട്, അല്ലൗ തെർക്ക് നീയത്തന്നെ, നീയത്ത് ഉപേക്ഷിച്ചു എന്ന് വെച്ചാൽ നീയത്ത് എങ്ങനെ ഉപേക്ഷിച്ചു, മനഃപൂർവ്വം അല്ലെങ്കിൽ മറന്നുകൊണ്ട് ഉപേക്ഷിച്ചാലും ഏതാണ്, അവൻ നോമ്പ് ഖലാ വീട്ടണം.
കാരണം നോമ്പ് നോറ്റിട്ടില്ല. നോമ്പിന് അതിൻ്റെ ആധികാരികതയാണ് ഏത് നിയ്യത്ത് വെക്കുക എന്നുള്ളത്. പക്ഷെങ്കിൽ അവിടെ മറന്നു നിന്നാലും നോമ്പിന് പിന്നെ ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു. അത് ഇവിടേക്ക് ഖിയാസാക്കാൻ പാടില്ല. അത് നോമ്പിലായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ തെറുക്ക് നീയത്തിനെ ഉപേക്ഷിച്ചു. അപ്പോൾ ഔബി ഹൈലൻ ഔ നിഫാസൻ, അല്ലെങ്കിൽ ആർത്തവക്കാരത്തിയായി അതല്ലെങ്കിൽ നിഫാസ് കാരത്തിയായി, ഇവർക്കൊക്കെ എന്ത് വേണം? നോമ്പ് ഖളാ വീട്ടൽ വുജൂബാണ്. പക്ഷേ ആർക്ക് നിർബന്ധമില്ല? ലാബി ജുനൂനിൻ, ഭ്രാന്ത് കൊണ്ടല്ല. ഒന്ന് തെക്ലീഫില്ല, ഭ്രാന്തനാണ് അല്ലെങ്കിൽ കുട്ടിയാണ്, അവർക്കെതിരെ തെക്ലീഫില്ല. കാരണം കൊണ്ട് അവർക്ക് നോമ്പ് ഖളാ വീട്ടേണ്ടത് ഇല്ല. പക്ഷെങ്കിൽ ഒരാൾ മജ്നൂനാണെങ്കിൽ ഖളാ വീട്ടേണ്ടത് ഇല്ല. അതേസമയത്ത് ഒരാൾ മുർത്തദ്ദായി നിർബന്ധമായിട്ടും അവൻ ഖളാ വീട്ടണം, അവൻ്റെ മേലെ അത് ബാധ്യതയാണ്. ആ സമയത്തും മുർത്തദ്ദായ സമയത്തും അവൻ്റെ മേൽ നോമ്പ് നിർബന്ധമുണ്ട്. ഇനിയും ഇസ്ലാമിലേക്ക് വന്നാൽ ബാക്കിയുള്ളതൊക്കെ എടുത്ത് കൊണ്ടുവരേണ്ടതും ഉണ്ട്. സുക്കറിൻ, അല്ലെങ്കിൽ ഏതാനും മസ്തായി. എങ്ങനത്തെ മസ്താവിലാണ്? ലം ഞൊഴുത്തത് ബി, അതുകൊണ്ട് എന്താണ്? പരിഗണിക്കപ്പെടുകയില്ല. അങ്ങനത്തെ സക്കറാനായി. അതുകൊണ്ട് ഏതായി? അപ്പോൾ ലാബി ജുനൂനിൻ, ജുനൂന് കൊണ്ടല്ല, സുക്കരിൻ ഏതുകൊണ്ടല്ല, മസ്താവൽ കൊണ്ടുമല്ല, എല്ലാം എഴുത്തത് എന്നൊരു പരിഗണിക്കപ്പെടുകയില്ല. അപ്പോൾ പരിഗണനീയമായ ഒരു മസ്ത് വന്നിട്ടുണ്ടെങ്കിൽ ഖളാ വുജൂബാണ്, ഖളാ വീട്ടൽ വുജൂബാണ് എന്നർത്ഥം. വഫിൽ മജ്മൂഇ എന്ന കിതാബിൽ ഇമാം നവവി തങ്ങൾ പറഞ്ഞിരിക്കുന്നു, അന്ന ഖളാ യൗമ ഷക്കിൻ്റെ യൗമിലുള്ള ഖളാ അലൽ ഫൗരി, അത് ഫൗറിൽ വേണം. യൗമ ഷക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ മാസം കണ്ടു എന്നിങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട്, മേഘം മൂടിയിട്ടുമുണ്ട്. അപ്പോൾ ആ ദിവസം എന്തായി? നോമ്പ് ഉപേക്ഷിച്ചു, വാസ്തവത്തിൽ നോമ്പിൻ്റെ ദിവസമായിരുന്നു എന്ന് വന്നാൽ അപ്പോൾ ആ നോമ്പ് ഖളാ വീട്ടൽ വുജൂബാണ്. അത് വെളുപ്പെടുത്ത് വീട്ടുമാണ്, വൈകിക്കാൻ പാടില്ല. ഇല്ല വുജൂബി ഖളാ വീട്ടൽ വുജൂബാണ്. അൽ ഫോർ ഇല്ല വുജൂബി ഇംസാക്കിഹി, അവന് ഇംസാക്ക് ചെയ്യൽ വുജൂബായതിന് വേണ്ടി. വനല്ലറ ഫീഹി ജംഉൻ, ഇതിലൊരു വിഭാഗം ആളുകൾ എന്തായിട്ടുണ്ട്? ഇഷ്കാൽ കൊണ്ടുവന്നിട്ടുണ്ട്. ബിഅന്ന താരിക്കൻ നീയത്ത് ഉപേക്ഷിച്ച ഒരാൾ ലസിമുഹുൽ ഇംസാക്കു, ഓന് ഇംസാക്ക് നിർബന്ധമാണ്. മാ അന്ന ഖളാഹു അല തറാഹ്, ഓന് പിന്തിയിട്ട് അതിനെ ഖളാ വീട്ടിയാൽ മതി, കത്താൻ ഉറപ്പായിട്ടും. അങ്ങനെയാണ്. നിയത്ത് ഉപേക്ഷിച്ച ഒരാൾക്ക് ഇംസാക്ക് ചെയ്യണം, അപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് വേണ്ടത് എന്ന് ആ സംശയം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. വനല്ലറ ഫീഹി, ആ ജമ്മ് ഇഷ്കാൽ കൊണ്ടുവന്ന് മജ്മുയിലുള്ള മസ്അലക്ക്. മജ്മുയിൽ പറഞ്ഞത് ഇപ്പം എന്താണ്? അന്ന ഖളാ യൗമി ഷക്കി അലൽ ഫൗരി എന്നാണ് പറഞ്ഞത്. ഇല്ലേ വുജൂബി ഇംസാക്കിഹി എന്നാണ്, ഇംസാക്കോന് വുജൂബായതിന് വേണ്ടി. യൗമി ഷക്കിൻ്റെ അന്ന് കൂടുതൽ സമയം കാത്തു നിന്നുകൂടാ. പെട്ടെന്ന് എന്തായിരിക്കണം? നോമ്പ് മുറിക്കണം, അതായത് സമയമായി എന്നുള്ള ഉറപ്പിൽ തന്നെ. പക്ഷേ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിക്കഴിഞ്ഞാൽ മാസം കണ്ടു എന്നുറപ്പായി, പക്ഷെങ്കിൽ ഒരു നോമ്പുകാരനായിരുന്നു എന്ന് വരും. പക്ഷെങ്കിൽ ആ പിന്നെ മാസം ഉദിക്കലിനെ പ്രതീക്ഷിച്ചുകൊണ്ട് വളരെ കൂടുതൽ താക്കീക്കിലേക്ക് പോവാതെ നേരത്തെ നോമ്പ് മുറിച്ചാൽ അവന് നോമ്പ് പോയി, വാസ്തവത്തിൽ അന്ന് നോമ്പ് തന്നെ ആയിരുന്നു, നോമ്പ് ബാത്തിലാവും. പക്ഷേ സാധാരണ മസല തന്നെയാണ്, അന്ന് കൂടുതൽ വൈകാൻ പാടില്ല. വൈകിക്കഴിഞ്ഞാൽ നമ്മൾ നോമ്പ് മുറിക്കുന്നത് പിന്നെ ഇതിലാകും, ഷവ്വാലിലാകും എന്ന അഭിപ്രായം വരുന്നുണ്ട്. അപ്പോൾ നോമ്പിൻ്റെ സമയം കഴിഞ്ഞു എന്ന്, അപ്പോൾ ഷവ്വാൽ നോമ്പ് എടുക്കാൻ പറഞ്ഞിട്ടില്ല എന്ന്. അതുകൊണ്ട് നേരത്തെ എന്ന് പറഞ്ഞാൽ ഫുറൂബായി എന്നുള്ള തഹക്കീക്കിൽ തന്നെ നോമ്പ് മുറിക്കണം. പക്ഷെങ്കിൽ ഒരാൾ നോമ്പ് എന്താക്കിയാൽ തഹക്കീക്ക് നോക്കിയിട്ട് അല്പം മുമ്പായിട്ടായിട്ട് നോമ്പ് മുറിച്ചിട്ടുണ്ട്. ഇങ്ങനെ നോമ്പ് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ടൈം ലേശം ഉണ്ട് താനും, പിന്നെ മാസം കണ്ടതിൻ്റെ വ്യവസ്ഥ വരുകയും ചെയ്തത്. അങ്ങനെ വന്നാൽ എന്താവും? ആ നോമ്പ് ഖളാ വീട്ടണം എന്ന് മജ്മുയിൽ പറഞ്ഞിട്ടുണ്ട്. ഇംസാക്ക് മേലെ വുജൂബായതിന് വേണ്ടി. ഷക്കിൻ്റെ ദിവസമാണ്, പക്ഷേ നോമ്പുണ്ടല്ലോ എന്നുള്ള ഉറപ്പില്ല. എന്നാലും എന്താണോ നിയത്ത് ചെയ്തല്ല, അതുകൊണ്ട് ഇംസാക്ക് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെങ്കിൽ അങ്ങനെ നോമ്പിൻ്റെ ടൈമിനായിരുന്നു എന്ന് വ്യക്തമാവുകയും അതിന് മുമ്പായിട്ട് നോമ്പ് മുറിക്കണത്തിലേക്ക് എത്തുകയും ചെയ്താൽ അവനെ ഖളാ വീട്ടണം എന്ന മസലുള്ളത്. ആ വിഷയത്തിൽ എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? ഒരു ഇഷ്കാൽ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം നെയ്യത്ത് ഉപേക്ഷിച്ച ഒരാൾക്കാണെങ്കിൽ തന്നെ ഇംസാക്ക് ചെയ്യണം, പിന്നെ തറാഹിയായിട്ട് ചെയ്താൽ മതി. ഇത് നെയ്യത്ത് ചെയ്ത ഒരാളാണ്, ഓൻ ഇംസാക്കും ചെയ്തല്ലോ എന്നാണ്. പക്ഷേ രണ്ടാണ്. ഒന്ന് അവന് അസാലത്തെ നോമ്പിലാണ്, മറ്റൊന്ന് അസാലത്തെ നോമ്പിലായിട്ടില്ല എന്നതാണ് ഫർക്ക്.
അപ്പോൾ ഖലാ വീട്ടേണ്ടതുണ്ട് എന്ന മസല. വൈജിബ് ഇംസാക്കു അൻ മുഫ്തിരിൻ ഫീഹി റമദാന, അത് മറ്റു വിഷയങ്ങളാണ്. ഇൻഷാ അല്ലാഹ് അത് പിന്നെ അതിനുശേഷം കൊടുക്കുക. ഇതിനോടുകൂടി തന്നെ മുഫ്തിറാണ്, നോമ്പ് മുറിക്കുന്ന സമയത്ത് നമുക്ക് അറിയാം അല്ലാഹുമ്മ ലക സുംതു വ അലാ റിസ്കിക അഫ്തർതു എന്ന് പറയണം. അത് സുന്നത്താണെന്ന്. അതുപോലെ അതിൻ്റെ കൂടെയുള്ള മറ്റ് പ്രാർത്ഥനകളും കൊണ്ടുവരാണ്ട്. ദഹബല്ലമു വബ്തല്ലത്തിലുറു സബത്തല്ലത്തുറു ഇൻഷാ അല്ലാഹ്. പക്ഷേ ഇത് എപ്പോൾ പറയണം എന്നതിനെ സംബന്ധിച്ച് പലപ്പോഴും നോമ്പ് തുറക്കുന്ന സമയത്ത് സംശയം പറയലുണ്ട്. നോമ്പ് തുറക്കുന്നതിന് മുമ്പാണോ അതോ നോമ്പ് തുറന്നുകൊണ്ടിരിക്കുമ്പോഴാണോ ശേഷമാണോ? നോമ്പ് തുറക്കുന്നതിന് മുമ്പ് പറയാൻ പാടില്ല, നോമ്പ് തുറന്നുകൊണ്ടിരിക്കുമ്പോഴും പറയാൻ പാടില്ല. നോമ്പ് തുറന്നതിന് ശേഷമാണ് ഇത് പറയേണ്ടത്. അതും കൂടി കൂട്ടത്തിൽ മനസ്സിലാക്കാം. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം അടുത്ത ദിവസങ്ങളിൽ നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.